ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ഒരു വിഭവമാണ്. ഒരു നാടൻ ഐറ്റമാണ്. അതിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ബീഫും കായയുമാണ്. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അത് മീറ്റ് മസാലയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ പച്ചയ്ക്ക് ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോഴാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോണേ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മൾ ബീഫൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ചട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചേർക്കും, അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ഇത് ചേർത്ത് കൊടുക്കുക. ഇതിൽ കൊച്ചുള്ളി ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് സവാളയെക്കാളും. ചുവന്നുള്ളി എളുപ്പം ഒന്ന് വഴന്നു വരാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ പരിവായാൽ മതി, ഒത്തിരി മൂക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളിയായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ല, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ കിടന്നിട്ട് ബീഫ് നല്ലതായിട്ടൊന്ന് വേവണം. ഇനി ഇതിലേക്ക് നമ്മൾ മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് കാ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുവരെ ഒന്ന് ബീഫ് വേവട്ടെ. ഓക്കെ, അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കുക.
ഇതാ ബീഫ് മുക്കാൽ വേവാവുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കായാണ് എടുത്തിട്ടുള്ളത്, 1/2 കിലോ ബീഫല്ലേ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഒരു കാ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഒരു അരമുറി ചെറുനാരങ്ങ കൂടെ പിടിച്ചു കൊടുക്കാം. ചെറിയ പുളി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.